ഈ നായി അടിക്കാൻ അതോടല്ല പറഞ്ഞ നായിയെ പോടാ. നായിന്റെ മോനെ അവിടുന്ന് ഇങ്ങോട്ട് കളിക്കാൻ അല്ലാ സൂറ പട്ടി 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 സൂറ പട്ടി 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 കടിച്ച ചൂറ പട്ടി കടിച്ച് പാല് തുറക്കടിക്ക് മാറേ. അല്ല നമുക്ക് റോട്ടിൽ തന്നെ സാധനം ചെയ്താലേ സ്റ്റേജ് ഇട്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യം ചെയ്താലോ? സ്റ്റേഷനിൽ എസ് ഐ വിളിക്കാം ഇത് കൊടുക്കാനായിട്ട്. എന്തിനാ ഇത് വേഷം? ഷോർട്സ് നിക്കറ്. അതെ ഷോർട്സ് എന്തിനാ ഇവിടെ ഈ പൊതുസ്ഥലത്ത് വന്നിരിക്കുന്നു ഇങ്ങനെ ഇട്ടിട്ട്? എടാ നല്ല കാറ്റൊക്കെ കയറി കിട്ടി കഴിഞ്ഞാ നല്ല. എടാ ഈന്റെ പരിസരത്തെല്ലാം പെൺകുട്ടികളുണ്ട്, ഇതിൽ കൂടെ നടന്നു പോവുകയും ചെയ്യുന്നു. നിങ്ങൾ ഇങ്ങനത്തെ തൊട കാണിച്ചില്ല ഡ്രസ് ഇട്ട് തന്നാല് എന്തൊരു വഷളാ അത്. നിക്കറ് തൊട അങ്ങനെ കാണില്ലല്ലോ ഇത്. പിന്നെന്ന് കാണാതെ മുണ്ടപ്പേന്റെ ഇട്ടൂടെ? ഇവിടെ മാന്യന്മാരെല്ലാം താമസിക്കാൻ ചുറ്റുപാടും. ചിലപ്പം തൊട കണ്ട മാന്യത ഇല്ലേ? ഇവിടെ ഈ പെണ്ണുങ്ങളും പരിസരത്തിലെ ആൾക്കാരെല്ലാം കുറച്ച് മാന്യമായി ജീവിക്കുന്നവരാ. നിങ്ങൾ എന്താ പറയുന്നത്? അപ്പൊ ചേട്ടൻ ഇങ്ങനെ കാണിക്കുന്നത് മാന്യത ഉണ്ടാട്ടാ. തുടങ്ങി കാണിച്ചിരിക്കുന്നത് എന്റെ ഇതായത് അത് ഇങ്ങനെ ഇപ്പൊ പറഞ്ഞോണ്ട് താക്കൊന്നും എന്നെ പഠിപ്പിക്കാനായിരുന്നു. എന്നെ പഠിപ്പിക്കാൻ പോയി മുട്ടെടുത്തിട്ട് പാടാ പോയിട്ട് ഡയലോഗ് ഒന്നും അടിക്കണ്ട. ചെയ്തോളാം കേട്ടാ. ശരി വിളിക്കാണേ അല്ലാട്ടോ വെറുതെ പ്രശ്നം ഉണ്ടാകാൻ. നിക്കറിട്ടെന്ന് പറഞ്ഞോണ്ട് പ്രശ്നമൊന്നുമില്ല. അല്ല എന്തിനാ ഈ പിള്ളേരുടെ കൊടുക്കാൻ നിക്കണേ? വയസ്സുകാലത്ത് എന്തെങ്കിലും പറ്റി അവരൊക്കെ ഉണ്ടാവുള്ളൂ നോക്കാൻ. പിള്ളേർ വെറും ട്രൗസർ ഇട്ടിട്ട് ഇത് കാണിച്ചോണ്ട് അപ്പുറം അത് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. അത് ബർമുടല്ലേ? ബർമൂടെ എന്ത് മൂടെയോ മര്യാദക്ക് വർത്തം ധരിക്കണം എന്നാ ഞാൻ പറഞ്ഞത്. മറ്റൊന്നല്ല. കുട്ടിക്കാലം നല്ല ഇപ്പൊക്കെ കാലം മാറി. അതൊക്കെ കാലം മാറിയാൽ ചുറ്റുപാട് പെണ്ണുങ്ങൾ ഇല്ലേടാ. എന്താ പറ്റി? ഇതെന്താ പറ്റി? അപ്പൊ ജി വിവരമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. പട്ടി കടിച്ചില്ലെന്നെ. കൊടുക്ക് വെയിലത്തുനിന്ന് മാറിക്ക്. പട്ടി കടിക്ക്? ആന്ന്. എവിടുന്ന്? എന്റെ പെരേന്ന്. നിങ്ങളുടെ പെരേല അതിന് പട്ടിയുണ്ട? എന്റെ പെരയിലെ പട്ടിയല്ല, ആ പഞ്ചായത്ത് കിണറിന്റെ അടുത്ത് ഒരു പട്ടി പെറ്റ് കിടക്കുന്നുണ്ട്. അത് ഓടിച്ചിട്ട് കടിച്ചാ തന്നെ. പട്ടി പെറ്റ് കിടക്ക്? ആന്ന്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പിന്നെ പട്ടിക്ക് പെറ്റൂടെ? അതല്ല മൊയ്തോ, കേരളത്തിലിപ്പോ അങ്ങനെ പട്ടികൾ വരാൻ പാടില്ലല്ലോ. അതാര് പറഞ്ഞേ? ഇത് പുതിയ അറിവാണല്ലോ. ഇപ്പൊ നമ്മുടെ സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നിട്ടില്ലേ? പട്ടികളെ നായ്ക്കളൊക്കെ വന്ധീകരണം ചെയ്യാന്ന്. എന്ത് അങ്ങനെ കോടിക്കണക്കിന് ഉറുപ്പ്യ ചെലവാക്കിയിട്ട് വന്ധീകരണം നടത്തിയിരിക്കുക. പിന്നെ അങ്ങനെ പട്ടി പ്രസവിക്കുക? എന്ത് കാരണം പറഞ്ഞു? വന്ധീകരണം. അതിന്റെ പ്രസവം നിർത്തുക. പട്ടികൾക്കോ? ആ ഈ പട്ടീനി നായനൊന്നും ഇപ്പൊ കൊല്ലാൻ പാടില്ലല്ലോ. അതല്ലേ നിയമം? ആണോ? അപ്പൊ പെറ്റ് പെരുകാണ്ടിരിക്കാൻ സർക്കാർ ഉണ്ടാക്കിയ നിയമമാണ്. എല്ലാവരും പിടിച്ച് വന്ധീകരണം നടത്തുക. അപ്പൊ ഈ പഞ്ചായത്ത് കെട്ടിന്റെ അടുത്ത് പെട്ടിയെടുക്കണ പട്ടീനെ എന്തെങ്കിലും ചെയ്യാൻ? അതാ ഞാൻ അത് ചിലപ്പോഴേ ഓപ്പറേഷൻ ഫെയിലിയർ ആയിട്ടുണ്ടാവും. നമ്മൾ ഈ മനുഷ്യന്മാരിലും ഈ പ്രസവം നിർത്ത ഓപ്പറേഷൻ കഴിച്ചു കഴിഞ്ഞവരും പ്രസവിക്കാറുണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാവാനേ വഴിയുള്ളൂ. എന്നാ പിന്നെ കേരളത്തിൽ എത്ര പട്ടികൾ അത് ചെയ്തിട്ടുണ്ടെന്നൊന്നും അറിയണല്ലോ. അതെങ്ങനെ അറിയാൻ പറ്റുക? അല്ല, അതറിയണമെങ്കിൽ നമ്മള് വിവരാവകാശം വഴി അന്വേഷിക്കണം. വിരവാവകാശം? വിരവല്ല, വിവരാവകാശം വഴി അറിയണം. നിങ്ങൾ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. ആ അവകാശത്തിൽ നിന്ന് പോയി ചോദിക്കാൻ പറ്റുമോ? അതിപ്പോ ഈ എല്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി വഴിയാണല്ലോ ഇത് നടത്തണത്. അപ്പൊ നമുക്ക് പഞ്ചായത്തിലൊന്ന് പഞ്ചായത്ത് പോവാ, അതൊന്നും അറിയണല്ലോ. പഞ്ചായത്ത് ചെന്നിട്ട് നമുക്ക് ഇനിയും തെറ്റിച്ചു വിവരാവകാശ വഴി എങ്ങനെ അറിയാൻ പറ്റുമെന്നൊന്ന് അന്വേഷിക്കണല്ലോ. പിന്നെ അത് അറിയാനുള്ള അവകാശം ഉണ്ടല്ലോ. കാലിന് വയ്യ എനിക്ക്, എന്നാലും വേണ്ടില്ല, അതൊന്നും അറിഞ്ഞിട്ട് മതി. പഞ്ചായത്തിലേക്ക് പോവാ. പോവാ. സാർ അകത്തോട്ട് വന്നോട്ടെ. വരൂ സാർ. വരണം. എന്താ സാറേ, എന്നെ ഒരു തെരുവുനായ കടിച്ചു. അയ്യോ, അല്ല ആശുപത്രി പോണം. എന്റെ സാറേ, 6 വർഷം മുമ്പ് എന്നെ ഒരു തെരുവുനായ കടിച്ചിനി. അതിന്റെ നഷ്ടപരിഹാരത്തിന് വേണ്ടി ഞാനിവിടെ അപേക്ഷിനി. ഇന്ന് വരെ ഒരു ഉറുപ്പ് കിട്ടിയിട്ട സാറേ. അത് 6 വർഷം മുമ്പ് കടിച്ചിട്ട് ഇതുവരെ കിട്ടാതിരുന്നത്? വീട് ആദ്യം ഒരു ബാലകൃഷ്ണ സാറാണ്ടായിനി. പിന്നെ രവീന്ദ്ര സാറ്, പിന്നെ സതീശ സാറ്,
പിന്നെ ഷുക്കൂർ സാറ്, സരള സാറ്, മാഡം, അങ്ങനെ അങ്ങനെ മാറിപ്പോയി. ഞാൻ വന്നിട്ട് 2 മാസമായിട്ടേ ഉള്ളൂ. എനിക്കറിയില്ലല്ലോ നിങ്ങളുടെ ഹിസ്റ്ററി. ബീറ്റ് 355 ബാർ 2018 ഫയൽ നമ്പർ. ബീറ്റ് 355 ബാർ 2018. ആ ഒരു വക്ക് പൊട്ടിയ സാധന, ചെറിയൊരു അതെ അതെ അതെ, ഫയൽ അടുത്തോ. ഒരു മിനിറ്റ് നോട്ടെ. പ്യാരി, പോയി മനസ്സിലാവും. പ്യാരി സാറേ, ഒന്ന് വന്നേ. എന്താ സാറേ? അതൊന്നും ഇളക്കരുത്, അതവിടെ നേരെ നിൽക്കണ്ടേ. ഇതെന്താ ഇയാളെ കേസ് എന്താ? ഇതേ പുള്ളീനൊരു 5-6 കൊല്ലം മുമ്പ് ഒരു തെരുവ് നായ കടിച്ചിരുന്നു. അപ്പൊ നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞ് നമുക്കൊരു അപേക്ഷ തന്ന്. അപ്പോ അതിന്റെ നഷ്ടപരിഹാരത്തിന് വേണ്ടി നടക്കണം. ഇപ്പോഴും കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതെന്താ കൊടുക്കാൻ പറ്റാത്തത്? അന്ന് പിന്നെ കടിച്ചു എന്ന് പറഞ്ഞു വന്ന അന്ന് പ്യാരി ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ലില്ല, പുള്ളി ഇവിടെ നിരന്തരം വന്നിങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ആ ഫയലൊന്നും എടുത്ത് പഠിച്ച് അപ്പൊ കാര്യങ്ങൾ മനസ്സിലായതാണ്. സെക്രട്ടറി കുറെ കളിപ്പിച്ചു കൊടുത്തേ. ഇവിടുത്തെ സ്റ്റാഫാണ്, സിർജകം കമ്മിറ്റി ഉണ്ട്. എന്ത് കമ്മിറ്റി? സാറേ, നമ്മുടെ ശശാങ്കൻ സാറുണ്ടല്ലോ, പുള്ളി ഇരിക്കാൻ നേരത്ത് സിരിജകം കമ്മിറ്റിനെ കുറിച്ച് പറഞ്ഞ്. അപ്പൊ അവിടെ പരാതി വെച്ചിട്ട് പുള്ളി ഒരു നഷ്ടപരിഹാരം ഒരു 8,500 രൂപ പാസ്സാക്കിച്ചിട്ടുണ്ട്. അത് ശരി. ഈ ഇത്രയും വർഷം വൈകിയത് എന്താന്ന് വെച്ചാലേ, ഈ പുള്ളി സിരിജകം കമ്മിറ്റി ചെന്നപ്പോ നമ്മളോടൊരു വിശദീകരണം ചോദിച്ചു. അവര് വിളിച്ചു, അവർ പറഞ്ഞു ഉണ്ണിക്ക് അത്ര നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റുന്ന ഓഫീസിലേക്ക് വിളിച്ചു. പുള്ളി അർഹതപ്പെട്ട ഒരാളാണോ എന്ന് ചോദിച്ചു. പക്ഷെ അതിനൊരു മറുപടി കൊടുത്തത് ഒരു 8-9 മാസം കഴിഞ്ഞിട്ടാണ്. 9 മാസം? അയ്യോ, അത് നേരത്തെ കൊടുക്കേണ്ടതായിരുന്നല്ലോ. അന്ന് അവരത് ചെയ്തില്ല. പിന്നെ ഇപ്പൊ ഒരു 8,500 രൂപ അവര് പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്കിപ്പോ അലോട്ട്മെന്റ് ഇല്ല ഹെഡില്. അയ്യോ, അപ്പൊ പറ്റില്ല. ഇതാണ് സംഭവം. ആലോചിച്ചു, സാറിന് ഇപ്പൊ നായി അടിച്ചു. അല്ലാതെ അതെ, സാറിന് ഇപ്പൊ ഒരു പ്രാന്ത നായി എന്തൊക്കെ ഒരു നായി കടിച്ചു. അല്ല, എന്നെ നായി കടിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്നെ ഇപ്പൊ കടിച്ചിട്ട് കാര്യം, പൈസ കിട്ടണ്ടേ? നമുക്ക് അലോട്ട്മെന്റ് വരണം. ഞാൻ ചാവുമ്പോ ഈ പൈസ കിട്ടും. പൈസ ഒക്കെ കിട്ടും. പൈസ കിട്ടാതെ എവിടെ പോവാനാണ്? 6 കൊല്ലായി സാറാ നായി കടിച്ചു നടക്കും. പൈസ പാസ്സായി വന്നിട്ട് ഇനി നടക്കണ്ട, വരണവർക്ക് വിളിച്ചു പറയാ. അപ്പൊ ശരി 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 എന്ന് പറഞ്ഞത് കാരങ്ങളായിട്ടാണ് ശരി കേൾക്കുന്നത്. ശരിയെന്നാ വിളിക്കാ. അതാണല്ലോ ഇത്രയും കാലം കേട്ടത്. സാർ ഒന്ന് ശരിയാക്കണം സാറേ. ശരിയാക്കാം. ഞാനും ശരി പറഞ്ഞു മടുത്തു പോയിരുന്നു. ശരി അപ്പൊ പോകും. എന്താ ചെയ്യാ, നാളെയും വരും ഇത് തന്നെ പറഞ്ഞു. അതെ അല്ലേ, പാവം. പുള്ളീനെ തെരുവുനായല്ല കടിച്ചത്. പിന്നെ പുള്ളി വളർത്തുനായാണ് പുള്ളിനെ കടിച്ചത്. അയ്യോ, അപ്പൊ കിട്ടില്ലേ ശരിക്കും? ഇത് ഈ വിവരം അയൽവക്കത്ത് താമസിക്കണവര് സിരിജകം കമ്മീഷന് റിപ്പോർട്ട് കൊടുത്ത്. അപ്പൊ ഇയാൾ അർഹനല്ലാന്ന് അവര് വിധി എഴുതി. പിന്നെ പരാതി കൊടുത്തവര് തെളിവ് ഹാജരാക്കാത്തോണ്ടാണ് 8,500 പാസ്സായത്. അപ്പൊ ഒരു കാര്യം ചെയ്യട്ടെ, ഇത് അലോട്ട്മെന്റ് വരട്ടെ, അപ്പൊ കൊടുക്കാം. അതെ. പിന്നെ സാറേ, ആ ലേലങ്ങളെ കുടിശ്ശിക നോട്ടീസ് നടത്തിയിട്ടുണ്ട്. സാറേ, എന്താണ്? ഞങ്ങളേ മറ്റേ വിരവാവകാശത്തിന്റെ ഒരു എന്താണ്? അല്ല, ഞങ്ങളൊരു കാര്യം അറിയാൻ വന്നാണ്. ഇരിക്കും. പറഞ്ഞു. വിരവാവകാശത്തിന്റെ പറഞ്ഞു കൊടുക്കുന്ന വിവരാവകാശ പ്രകാരേ കേൾക്കണ്ടോ? കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ നിങ്ങളെ. പറഞ്ഞു. നമ്മുടെ ഈ സംസ്ഥാനത്തെ അപ്പൊ അങ്ങനെ ആരോടെ പറയുന്നത്? അത് അത്രയല്ലേ ഉള്ളൂ. തുടങ്ങട്ടെ? തുടങ്ങിയാലോ? തുടങ്ങിക്കൂടെ? എന്ത് പറഞ്ഞൂടെ സാറേ? ഞങ്ങള് വിവരാവകാശ പ്രകാരം ഒരു കാര്യം അറിയാൻ വന്നാണ്. സാർ, ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഈ തെരുവ് പട്ടികളൊന്നും കൊല്ലാൻ പാടില്ലല്ലോ. പാടില്ല. അപ്പൊ ഈ പട്ടികൾ പെരുകാതിരിക്കാൻ വേണ്ടിയിട്ട് കേരള സംസ്ഥാനത്ത് വന്ധീകരണം നടത്തുന്നുണ്ടല്ലോ ഇപ്പൊ. അതിന് കോടിക്കണക്കിന് ഉറുപ്പിയാണ് ചെലവാക്കണമെന്നൊക്കെയാണ് പറയണത്. എന്നിട്ട് നമ്മുടെ കേരളത്തിൽ ഒരു പട്ടി പ്രസവിച്ച് കിടന്നിട്ട് ഇതേ നോക്കിയേ, 3 കടി കൈക്കും കാലിനും തുടക്കും. അതെയോ? അപ്പൊ അതൊന്നും അറിയണം. എത്ര പട്ടികളെ ഈ ഇത് പ്രസവത്തിന്റെ ഇത് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കൊന്നും അറിയണം. അതൊന്നും അറിയണം. കേരളത്തിലെ മൊത്തം എത്ര പട്ടികളെ വന്ധീകരണം ചെയ്തു എന്നൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത് ഇത് ABC പ്രോഗ്രാമിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. ABC എന്ന് പറഞ്ഞാല് ABC എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം. അപ്പൊ നമ്മള് ഈ ഒരു പ്രോഗ്രാം നേരെ വെറ്റിനറിക്ക് അയക്കും. അപ്പൊ അവരാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. പൈസ ഇവിടുന്ന് തരും. അല്ല സാറേ, ഇവിടുത്തെ വെറ്റിനറിയിൽ അപേക്ഷിച്ച ഈ പഞ്ചായത്തിൽ തന്നെ അറിയാൻ പറ്റും. അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് കേരള സംസ്ഥാനത്തിൽ മൊത്തം അറിയണേ. അതിനെന്താ? കേരളത്തിലെ മൊത്തം അറിയണമെങ്കിൽ തിരുവനന്തപുരത്ത് കൊണ്ടുവരും. LSGDയുടെ ഡയറക്ടറേറ്റ് ഉണ്ട്. അവിടെ പോയി ഒരു വിവരാവകാശം വെച്ചാൽ സംസ്ഥാനത്തിലെ മുഴുവൻ കണക്കും കിട്ടും. തിരുവനന്തപുരത്ത് കൊണ്ടുവരും. പോണോ? പോയിക്കോളൂ. അറിയണ്ട. പിന്നെ
കസ്തൂരി തൈലമിട്ട് മുടി മീനുക്കി മുത്തോട് മുത്തു വെച്ച വളകിലുക്കി. ആ എന്നാ കളിക്കുന്നേ? അതെ കത്തുണ്ട്. ഇന്നുണ്ടാ കത്ത്? ഏ അല്ല ഈ കത്തൊക്കെ കൂടിയിട്ട് ഞാൻ എവിടെ കൊണ്ട് വെക്കാനാണ്? ഇപ്പൊ എന്നോട് വെച്ചിട്ട് അയക്കുന്നതിലോടല്ലേ പറയണ്ടേ? 1 2 3 4. ഇന്ന് 4 എണ്ണോ? ആ എന്താ നോക്ക്. നിങ്ങക്ക് എന്നല്ലേ ഇത് തന്നെ? ഇത് മൊയ്തുക്കാക്ക് ആ ചായച്ച വിളിക്കും കേട്ടോ. അല്ല ഞാൻ പറഞ്ഞത് മൊയ്തൊക്കെ പറഞ്ഞ പരിപാടി തുടങ്ങി. മൂപ്പര് പരിപാടി ഒന്നും പറയാത്താണ് നല്ലത്. ആ ആ എന്നാ ഒരു ഇറുമ്പ തന്നെ ടീമില്. എവിടെ? ആടല്ല ഇപ്പുറത്ത്. ആ പോയി. അതിതാ ഇവിടെ കൂടുണ്ട് അതിന്റെ. ആ ഞാൻ അതിന്റെ ചോട്ടത്തിന് കണ്ട അങ്ങോട്ട് നിന്നോറോ. ആ. അല്ല ഞാനേ ഈ കത്തെല്ലാം കൂടി ഒരു മാസത്തിൽ ഒരുമിച്ച് തന്നാ വയ്യ. ആ മതി. എല്ലാം ആഴ്ച കത്തല്ലേ. ഈ വെയിലത്ത് കത്തും കൊണ്ട് വരും എന്തൊരു ബുദ്ധിമുട്ടാണ് അറിയങ്ങള്. അല്ല എന്തായാലും ഇന്റെ വീട്ടിലേക്കായിട്ട് വന്നാലേ ആ. ബലേശം വെള്ളം കുടിച്ചിട്ട് അതൊന്നും വേണ്ടേ? അല്ല വെള്ളമൊന്നും വേണ്ട. ആകെ വേർതിരിക്കാണ്. വെയില് കൊള്ളുമ്പോ പിന്നെ വേർക്കൂ ക്ഷീണെല്ലാം ഉണ്ടാവില്ലേ. വെള്ളമൊന്നും വേണ്ട. അങ്ങനെ ക്ഷീണിച്ചിട്ടൊന്നും പോണ്ടപ്പാ. അല്ല വെള്ളം വേണ്ടാന്ന്. ചൂടുണ്ടല്ലേ? വരിടോ വേണോ? ആ കുടിച്ചല്ല. എന്തായാലും സംഭാരം എടുത്തോളി ഉണ്ടെങ്കിൽ. എന്നാ സംഭാരം. ആ വന്നാ എന്താണ് സംഭവിക്കലിപ്പം? സുരേച്ചാ ആ ഒന്നിങ്ങോട്ട് ബാ നിങ്ങള്. ആ ഇന്നെത്രണ്ട്? കണക്കില്ലാണ്ട് ഇന്നുണ്ട്. എന്തൊരു പേരുത്തായി വരുന്നത്. അതുപോലെ പല പല ഡിപ്പാർട്ട്മെന്റിന്നാ. ഒന്നാമത് ഞാൻ ഈ ബൈക്ക് വരുന്നതിന് ഇപ്പൊ ഒരേ ഒറ്റ എടുത്തിൽ വരണ്ടിട്ടാ. നിങ്ങളറിയോ ഈ ബെയിലും കൊണ്ടിട്ട്? അതിനിപ്പോ ഞാൻ എന്താക്കാനാ? നിങ്ങളൊന്നും ആക്കട്ടെ. ഞാനൊരു കാര്യം ചെയ്തട്ടെ. ഇനിയിപ്പൊ ശീതളേട്ടന്റെ പീടിയിൽ വെച്ചാ മൊയ്തൂക്കൂടെ ആടുന്ന എടുത്തോളം പറയങ്ങള്. ആ മൂപ്പരോട് നിങ്ങൾ തന്നെ പറഞ്ഞോ? മൊയ്തൂക്കിയാടാ. ആ അല്ല നിങ്ങക്ക് എന്തിനാ ശമ്പളം തരുന്നത്? എനിക്കിനി വെള്ളം വേണ്ട പോട്ടെ. അല്ല വെള്ളം വേണ വേണ്ട. പോസ്റ്റ് ഓഫീസിന് ഇങ്ങോട്ടേക്ക് മാറ്റേണ്ടി വരും. ഇവിടെ വെള്ളവും വേണ്ടൊന്നും വേണ്ട. നാളെ കുടിച്ചതിന്റെ കണക്കും പറയില്ല നിങ്ങൾ. നമ്മളതിന്റെ പറഞ്ഞു വെയിലും കൊണ്ട് ബാക്കിയുള്ള വരുന്നതിനൊരു ഇതുമില്ല. 5 പൈസ വേറെ എക്സ്ട്രാ വാങ്ങുന്നില്ലല്ലോ. അതൊക്കെ കഴിയാൻ എന്തെങ്കിലും വാങ്ങുന്നുണ്ട് നിങ്ങള്. എന്താ പ്രശ്നം? ഇന്ന് ദിവസം അവിടെ കൊണ്ട് കൊടുക്കുന്നു. ആ വീട്ടിൽ നിന്ന് നീ കൊണ്ടു കൊടുക്കുന്ന ദിവസം അത് കത്ത് കൊടുക്കുന്നത്. ഇന്ന് ഇത്ര കത്ത് ഇടുന്ന നോക്ക് ഷുഗർക്ക്. അതെനക്കറിഞ്ഞൂട. ആരെങ്കിലും അയക്കുന്ന കത്ത് ഞാൻ കൊണ്ടു കൊടുക്കുന്നത്. അല്ല ഒരു കത്തും വരുന്നില്ല. അത് ഇപ്പൊ നിങ്ങള് ആരെങ്കിലും അയക്കും പറ. എന്നാ പിന്നെ നിങ്ങൾക്ക് ഞാൻ കൊണ്ടുത്തരും. എടാ നീ കത്ത് കൊടുക്കാൻ പോയിട്ട് നീ റൂമിൽ കയറി. എന്തിനാ കയറി? റൂമിൽ കയറി? ഈ ദിവസം കത്ത് കൊടുക്കുന്ന ശരിക്കും കളിച്ചും അതിന്റെ റൂമിലും കയറുന്നില്ല. എന്താ അവര് എനിക്ക് പരിചയമുള്ള സ്ത്രീ, അതുകൊണ്ടല്ലേ അങ്ങനെയല്ല സംസാരിക്കുന്നത്. എന്ത് പരിചയം? ഞാനവിടെ മോരും വെള്ളം കുടിക്കാൻ കയറിയതാ. എന്ത് മോരും വെള്ളടാ? മോരും വെള്ളം? നീ ദിവസം അവിടെ കത്ത് കൊടുക്കാൻ പോയി അതിന്റെ ഉള്ള അകത്ത് കയറി കുറെ സമയം സംസാരിച്ച് ചിരിക്കി കളിക്കുക. എന്ത് മോരും വെള്ളാത്? മോര് വെയിൽ കൊണ്ടുവരും മോരും വെള്ളം കുടിക്കും. മോരും വെള്ളം കുടിച്ചു. അതിനെന്താ പ്രശ്നം? എന്താ ഇപ്പൊ നീ വെറുതെ കളിക്കണ്ടാ. എന്ത്? ഞങ്ങളിവിടെ മാന്യന്മാർ താമസിക്കുന്ന സ്ഥലമായത്. നിങ്ങൾ ജീവിച്ചു ഞാൻ പറഞ്ഞേക്ക് മാന്യമായിട്ട് ജീവിക്കണം. നീ ഇവിടെ വന്ന് തോന്നിയ ദിവസം കളിക്കണ്ട. എന്ത് തോന്നിയ സംഘം? നിങ്ങൾ കുറെ നേരം ഫോണെ കൊണ്ട് പറഞ്ഞു എടുക്കുന്നത്. എന്ത് തോന്നിയ സംഘം? എന്റെ കത്ത് കൊടുക്കാൻ പോയ തോന്നിയ എന്താ ഓലമടലൊക്കെ അടിച്ചിട്ട് എല്ലാം മൊയ്തൊക്കെ ഞാൻ എന്റെ കത്തും കൊടുത്ത് വരുന്ന വരത്തില് വലിയ മട്ടലും കൊടുത്ത് അക്കവും വന്ന തന്നെ. എന്തിനത്? ഞാൻ പറയാൻ കൊണ്ടു ഫോൺ കത്തിന്റെ കത്ത് ആടെ മോരും കൊടുക്കുന്ന മോരും വെള്ളം. പിന്നെ അതുകൊണ്ട് ഞാൻ പറയാണ്ടെങ്കിൽ കാര്യം പറയും മനുഷ്യങ്ങള്. മൊയ്തു ഓന്റെ കത്ത് കൊടുക്കല് ശരിയില്ല. ഓൻ തെറ്റായ കത്താ ഓന്റെ കൊടുക്കല്. നിങ്ങൾ വായിച്ചു നോക്കിയാ കത്ത്? അല്ല വീട്ടിൽ വന്നിരിക്കും പെരുമാറുന്നത് തെറ്റായ രീതിയിലാണ്. പോസ്റ്റ്മാൻ അല്ലേ? ഓനല്ലേ പോസ്റ്റ്മാൻ ദിവസം നിന്ന് ഷുഗറൊക്കെ ഇത്ര കത്ത്. ഷുഗറൊക്കെ അല്ലല്ലോ അവിടെ കത്ത് വരുന്നത്. കത്ത് വരുന്നത് എനിക്കല്ലേ? അതെന്തെന്ന് കത്ത്? അതെന്താന്ന് ഒരു കത്ത് വരുന്നില്ല. നിങ്ങൾക്ക് കത്ത് വരാത്ത നോക്കണ്ട. എനിക്ക് കത്ത് വരും എന്റെ പെരയിലേക്ക്. അത് തരാൻ വരുന്നോയി എല്ലാ നാടെ കുത്തിനിട്ട് പുരയിലേക്ക് ഞാൻ വരുന്നതും പോകുന്ന നോക്കല അവരെ പണി. എന്നിട്ട് മട്ടിലെടുത്ത് കൊല്ലും വരുക.
നിങ്ങൾക്ക് ഈ വയസ്സാം കാലത്ത് എന്തിന്റെ സൂക്കേടാണ് നിങ്ങൾക്ക്? നിങ്ങൾ എന്തിനാ സദാചാരം ചമയാൻ നിൽക്കണ? നിങ്ങള് ഇവിടെ നിയമം നോക്കാൻ പോലീസ് ഉണ്ട്, നമ്മളുണ്ട്. എന്റെ പെരലക്കാണോ കത്തും കൊണ്ട് വരുന്നത്? എന്റെ പെണ്ണുങ്ങളെ എനിക്കറിയാം. അത് തന്നെ. അല്ലാന്ന് വയസ്സാം കാലത്ത് ചമയാൻ വന്നിട്ട് പോയി അത് പോയി കുത്തിരിക്കങ്ങള്. പ്രായത്തിനനുസരിച്ച് കളിയല്ലേ കളിക്കല്? പോയിക്കോളെ അങ്ങോട്ട്. സദാചാരം ചമയാൻ വന്നിട്ട് അഡ്ഡ സുതിയെ ഇന്ന് കത്തുണ്ട് എന്റെ പെരയിലേക്ക്. ഞാൻ ഇപ്പൊ കൊണ്ടുപോയി തരുന്നല്ലേ. എത്ര ഉണ്ട്? ഇന്നൊരു 3 ഉണ്ട്. കത്തുകാരനപ്പ മനുഷ്യനാകെ ഇടങ്ങറാകുമല്ലോ. ഇപ്പൊ എങ്ങോട്ടാന്ന് എണീറ്റ് വരുന്നത്? നിങ്ങളല്ല അകത്തെ കൂട്ടി പേര് പോയത് അവിടുന്ന്. അല്ല നോന്ത് നോക്കുമ്പോ നോക്കി വരികയാണ്. എന്താണ് ഇപ്പൊ ചെയ്യേണ്ടത് റബ്ബേ? ചെയ്യുന്നത് സൂതാ, ആരെങ്കിലും വിളിപ്പിച്ചു. സൂതാ. ആ ആഹാ, എന്താ പണി? എങ്ങനെയുണ്ട് കാലത്ത് വേദണ്ട? ആ വേദണ്ട്. എന്താ പണി? ഞാനേ ആ. രാജിലൊക്കെ പഴുത്ത് പോവാ. ഒരാളെ വിളിച്ച് ഇടിക്കേണ്ടി വരും ഇതൊക്കെ. ആ അതേ, ആ നമ്മളൊന്ന് പഞ്ചായത്തിൽ പോയില്ലേ? ആ. പഞ്ചായത്തിൽ പോയിട്ട് ആ കാര്യം പറഞ്ഞില്ലേ? ആ എന്താ അതിന്റെ വല്ല വിവരം അറിഞ്ഞ? അതാകൂടെ ഇടങ്ങറായടോ. എന്തേ? പഞ്ചായത്തിൽ പോയിട്ടുമ്പോൾ ആ കാര്യം പറഞ്ഞ് കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞില്ല, പെരേൽക്ക് കത്ത് ഇങ്ങനെ വരാൻ തുടങ്ങ. അതാണ് ഞങ്ങളുടെ സർക്കാർ. എന്ത്? ഓരോരുത്തന്റെ ആവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പം നിറവേറ്റി തരും. ഇപ്പൊ വിവരങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അന്റെ സർക്കാരിനോട് അത് നിർത്തിക്കോളാൻ പറയും. എന്തേ? എന്റെ ഈ പറഞ്ഞ ഒരു ദിവസം 5ഉം 6ഉം കത്ത് വരിക. ഇപ്പൊ എല്ലാം കൂടി 150 കത്തുണ്ടാവും പെരയില്. കട്ടൽമലും മേശയിലും അടുക്കളയിലും ഒക്കെ കത്താ. അല്ല ഞാൻ ആലോചിക്കണല്ലേ, നമ്മള് 2 സ്ഥലത്തെ അപേക്ഷ കൊടുത്തുള്ളൂ. എന്തിനാ ഇത്ര തോന്നെ കത്ത്? അതെനിക്ക് മനസ്സിലാവാത്തത്. എവിടെ പോയി ചോദിച്ചാൽ അത് അറിയാൻ പറ്റൂത്. എന്തിനാ പേര് ഇങ്ങനെ കത്തയക്കണേ? എനിക്കുണ്ടല്ലോ ഈ വിരവാവ എന്താ പറയല്, വിവരാവകാശം. ആ അവകാശം ഒന്നും എനിക്ക് വേണ്ട. എന്റെ പെരയിലേക്ക് ഇനി കത്ത് വരാണ്ടെന്നാ മതി. അതെന്താ അങ്ങനെ കത്ത് വരാൻ? നമുക്ക് പഞ്ചായത്തിൽ പോയി അന്വേഷിച്ചാൽ അതൊന്ന് വരി.